ഹലോ, ഇന്ന് നമുക്ക് ബാങ്കൺ കാ ബർത്തിയുടെ റെസിപ്പി കാണാം. ബാങ്കൺ കാ ബർത്ത് നമുക്ക് നമ്മുടെ വഴുതലങ്ങയില്ലേ, ബ്രിഞ്ചോൾ, അത് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി നോർത്ത് ഇന്ത്യൻ സബ്ജി റെസിപ്പിയാണ്. ഇന്നത്തെ ഈ റെസിപ്പിക്ക് ഞാൻ യൂസ് ചെയ്യുന്ന 3 വലിയ ബ്രിഞ്ചോളാണ്. ആദ്യമായിട്ട് നമുക്ക് ഈ ബ്രിഞ്ചോളിനെ നന്നായിട്ട് ചുട്ടെടുക്കണം. പാരലായിട്ട് തന്നെ നമുക്കൊരു 3 സവാളയും ഒരു 8-10 വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തെടുക്കാം. വഴുതലങ്ങ എല്ലാ സൈഡ്സിലും കുക്കാവുന്ന രീതിയിൽ നമുക്ക് ചുട്ടെടുക്കണം. ഞങ്ങൾ ഓരോ സൈഡും ഒരു 3 to 5 മിനിറ്റ്സ് വെച്ച് ടേൺ ചെയ്ത് കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ചുട്ട വഴുതലങ്ങ കുറച്ച് തണുക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കൊരു പാൻ എടുക്കാം. പാനിൽ ഓയിൽ ഒഴിക്കാം. ഞാൻ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് നമുക്കൊരു 1.5 ടീസ്പൂൺ ഉലുവ ഇടാം. ഉലുവ ഒന്ന് ബ്രൗൺ ആയതിനു ശേഷം നമുക്കതിൽ വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത്, 1-2 പച്ചമുളക് കൂടി ഇട്ട് ഒന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത്രയും കുറച്ചൊന്ന് ബ്രൗൺ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ കുറച്ച് കായപ്പൊടി ചേർക്കാം. ഈ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന 3 സവാള ഇല്ലേ, അത് ചേർക്കാം. അടുത്തതായിട്ട് ഇതിൽ 2 ടൊമാറ്റോയും നമുക്ക് ചോപ്പ് ചെയ്ത് ചേർക്കാം. നന്നായിട്ട് കുക്കാവട്ടെ. ഇനി അടുത്ത ടാസ്ക് എന്ന് വെച്ചാൽ നമുക്ക് ഈ ചുട്ടെടുത്ത വഴുതലങ്ങയുടെ തൊലി കംപ്ലീറ്റ് ആയിട്ട് ഇളക്കണം. ഒട്ടും തന്നെ തൊലി അതിലിരിക്കാൻ പാടില്ല. മാക്സിമം നന്നായിട്ട് ക്ലീൻ ചെയ്യണം. വഴുതലങ്ങയുടെ ഈ ഞെട്ടിൻ്റെ ഭാഗമില്ലേ, അത് നമുക്ക് മുറിച്ച് മാറ്റാമേ. നല്ലപോലെ തൊലിയൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് ഈ വഴുതലങ്ങേനൊക്കെ കഴുകിയെടുക്കാം. എനിക്ക് കുറച്ച് വീസിങ് ഇഷ്യൂസ് ഉണ്ട്, അതാണ് ഈ ഹെവി ബ്രീത്തിങ് സൗണ്ട്. സോറി ഫോർ എനി ഇൻകൺവീനിയൻസ്. ഞാനിവിടെ അക്വാഗാർഡ് ടാപ്പ് വാട്ടർ യൂസ് ചെയ്താണ് കഴുകിയെടുക്കുന്നത്. അപ്പോൾ ഡ്രിങ്കിങ് വാട്ടർ യൂസ് ചെയ്ത് വേണം നന്നായിട്ട് കഴുകിയെടുക്കാൻ. ഇനി ഈ ചുട്ട് കഴുകി വൃത്തിയാക്കിയ വഴുതലങ്ങയില്ലേ, അതിനെ നൈഫ് വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്പ്രെഡ് ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്ന് വെച്ചാൽ ഇതിൽ പുഴുവെല്ലാം ഉണ്ടെങ്കിൽ നമ്മളത് നോക്കിയിട്ട് മാറ്റിക്കളയാൻ വേണ്ടിയാണ് ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത്. നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം പുഴുവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നമുക്കിതിനിങ്ങനെ കൊത്തി കൊടുക്കാം. അപ്പോൾ നൈഫ് വെച്ച് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ മാഷ് ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ പാരലായിട്ട് തന്നെ നമ്മുടെ ഉള്ളി തക്കാളി മിക്സിനെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക്. നമുക്ക് ഇതിലേക്ക് മസാലാസ് ആഡ് ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഈ ദേഗി മിർച്ച് പൗഡർ, ഇത്ര നമുക്ക് ആദ്യം ആഡ് ചെയ്യാം. എന്നിട്ട് കുറച്ച് കിച്ചൺ കിങ് കൂടെ ആഡ് ചെയ്യാം. ഗീ മിർച്ച് പൗഡർ ഈ സബ്ജിക്ക് നല്ലൊരു കളർ കൊടുക്കും. പിന്നെ കിച്ചൺ കിങ് മസാല ടേസ്റ്റ് മൊത്തത്തിലൊന്ന് എൻഹാൻസ് ചെയ്യും. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി തക്കാളി മിക്സും മസാലസൊക്കെ ഒന്ന് കുക്കാൻ വേണ്ടി നമുക്ക് കുറച്ചൊന്ന് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഉള്ളി തക്കാളി മസാല മിക്സ് നന്നായിട്ട് കുക്കായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് മാഷ് ചെയ്ത് വെച്ചേക്കുന്ന വഴുതലങ്ങ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമുക്ക് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് ബ്രൗൺ ആവുന്നവരെ നന്നായിട്ട് കുക്ക് ചെയ്യണം. വഴുതലങ്ങയിൽ മസാലസൊക്കെ നന്നായിട്ട് പിടിക്കണം. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 15 to 20 മിനിറ്റ്സ് ഇതിന് കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അടിയിൽ പിടിക്കാൻ പാടില്ല. മസാലാസിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കളർ കണ്ടില്ലേ, കുറച്ചുകൂടെ ഡാർക്കായിട്ടുണ്ട്. നല്ലപോലെ കുക്ക് ചെയ്ത് ബ്രൗൺ ആയതിനു ശേഷം നമുക്ക് ലാസ്റ്റ് ഇതിനെ കുറച്ച് മല്ലിയില വെച്ച് ഗാർണിഷ് ചെയ്യാം. ബാങ്കൺ കാ ബർത്തേൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ പറാഠയാണ്. പറാഠ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ചപ്പാത്തിക്ക് നമ്മൾ എടുക്കൂലേ, അതിനേക്കാളും കുറച്ചുകൂടെ വലിയൊരു ആട്ട ബോൾ എടുക്കണം. എന്നിട്ട് ആദ്യം ഇതിനൊരു ചെറിയ സർക്കിളായിട്ട് പരത്താം. എന്നിട്ട് ഈ സർക്കിളിൻ്റെ ഒരു ഹാഫിൽ നമുക്ക് എണ്ണ അല്ലെങ്കിൽ നെയ്യ് ചേർത്തിട്ട് ഇങ്ങനെ ഹാഫായിട്ട് മടക്കണം. എന്നിട്ട് ഈ ഹാഫിൻ്റെയും ഒരു ഹാഫ് ഭാഗത്ത് എണ്ണ ചേർത്തിട്ട് വീണ്ടും ഇതേപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കിയെടുക്കണം. ഈ ട്രയാങ്കിൾ 2 സൈഡിൽ നമുക്ക് കുറച്ച് ആട്ട സ്പ്രെഡ് ചെയ്യാം. ഇത് ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആട്ട സ്പ്രെഡ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ട്രയാങ്കിൾ നന്നായിട്ട് പരത്തിയെടുക്കാം. ഇങ്ങനെ ഓരോരോ സൈഡും ടേൺ ചെയ്ത് നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാം. നമ്മളിങ്ങനെ ട്രയാങ്കിളായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുമ്പോഴില്ലേ, നമുക്ക് പറാഠേൻ്റെ അകത്ത് നല്ല ലെയറായിട്ട് കിട്ടും. നമുക്ക് പറാഠാസിനില്ലേ ഒന്നൊന്നായിട്ട് ചുട്ടെടുക്കാം. ഒരു സൈഡ് കുക്കാകുമ്പോഴത്തേക്കും നമുക്കതിനെ മറിച്ചിടാം. എന്നിട്ട് കുറച്ച് നെയ്യ് അല്ലെങ്കിൽ എണ്ണ തേച്ച് കൊടുക്കാം. അതേപോലെ മറ്റേ സൈഡ് കുക്കാകുമ്പോഴും നമുക്കതിൽ നെയ്യ് അല്ലെങ്കിൽ എണ്ണ തേച്ച് കൊടുക്കാം. അതേപോലെ മറിച്ചിട്ട് നമുക്ക് 2 സൈഡ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ നമുക്ക് പറാഠ എല്ലാം ചുട്ടെടുക്കാം. നമ്മുടെ പറാഠ എല്ലാം റെഡിയായി. നമുക്ക് ചൂടോടെ തന്നെ പറാഠാസിന് ബാങ്കൺ കാ ബർത്തേൻ്റെ കൂടെ സെർവ് ചെയ്യാം. ഉണ്ടാക്കിയ നെക്സ്റ്റ് ഡേ ആണ് ബാങ്കൺ കാ ബർത്തേൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടെ ഒന്ന് കൂടുന്നത്, മസാലാസൊക്കെ പിടിക്കുമ്പം. ഹസ്ബൻഡ് പഞ്ചാബിയാണ്. അവരുടെ വീട്ടിലുണ്ടാക്കുന്ന ഒത്തൻറ്റിക് ആയിട്ടുള്ള പറാഠയുടെയും ബാങ്കൺ കാ ബർത്തിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.